അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങൾക്കൊന്നും വേറെ പണിയേ ഇല്ലയോ? ഈ യൂട്യൂബ് പ്രേക്ഷകരായാലും അല്ലാത്ത പ്രേക്ഷകരായാലും നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ രേണുസുധിയുടെ, ബിഷപ്പിൻ്റെ മറ്റേ വീടുണ്ടാക്കി കൊടുക്കുകയൊക്കെ കാര്യത്തിൽ ഇടപെട്ട് ഇങ്ങനെ കമൻറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവരൊക്കെ എന്തൊക്കെ ഡ്രാമകളാണ് കാണിക്കുന്നത്. ഒരു കൂട്ടത്തിൽ കേസ് കൊടുക്കുന്നു, ഒരു കൂട്ടത്തിൽ വീടിൻ്റെ കാര്യം പറയുന്നു, ഒരു കൂട്ടത്തിൽ ചീത്തവിളി, രേണുവിൻ്റെ വക വേറെ ചീത്തവിളി, വീട് വെച്ചതിൻ്റെ വരെ വേറെ ചീത്തവിളി, മറ്റവരുടെ പേര് വേറെ ചീത്ത. ഇതിൻ്റെ ഇടയിൽ പെടുന്ന രണ്ട് കുട്ടികളുണ്ട്. ഒന്ന് കിച്ചും, ഒന്ന് മറ്റേ രേണുസുധിയുടെ മോനും. ഈ കൊച്ചു പിള്ളേരാണ് അതിൻ്റെ ഇടയിൽ കിടന്ന് പെടുന്നതെന്ന് ഇവരാരും അറിയുന്നില്ല കേട്ടോ. എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് വിശപ്പിനോട് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, വിശപ്പിനുള്ള ബഹുമാനത്തോട് ഞാൻ പറയുകയാണ്. എന്താണ് പ്രശ്നം? നിങ്ങൾ കുറച്ചൊക്കെ ഈഗോ മാറ്റി വെക്കുക. രേണുസുധി അതുപോലെ എന്തിനാ കുറച്ചൊക്കെ വീട് തന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥലം തന്ന വ്യക്തി എന്നുള്ളൊരു റെസ്പെക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കുക. വീട് വെച്ച് തന്നാൽ എന്തിനും മെയിൻ്റെനൻസ് ഉണ്ട് ശരിയാക്കി കൊടുക്കുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കലകാരന് അലയ്ക്കുമല്ലാതെ വേറെ എന്താണ് പ്രയോജനം? ഇതൊക്കെ കാണുന്നത് ഞങ്ങൾക്കാണ് ദേഷ്യം വരുന്നത്. ഫോൺ എടുത്ത ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രേണുവിൻ്റെ കുറച്ച് നെഗറ്റീവ് എല്ലാം മാറി വരുന്നത് പിന്നെ അത് വേറെ രീതിയിലായി വരുവാണ്. എന്ത് ചെയ്യാനാ? ഇതിനിടെ ഞാൻ കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടു ഇപ്പം കാരക്കൂടെ. ആ കുട്ടിയുടെ പേരിലും കേസ് വന്നെന്നുള്ളത് എന്തിൻ്റെ ആവശ്യത്തിനാ? ഒരു വീട് വെച്ചു കൊടുത്തു, അതിന് ഇത്രയും പ്രശ്നമുണ്ടോ? വീട് വെച്ചു കൊടുത്തവരും പ്രശ്നം, മേടിച്ചവർക്കും പ്രശ്നം, വസ്തു കൊടുത്തവർക്കും പ്രശ്നം, താമസിക്കുന്നവർക്കും പ്രശ്നം. എന്തോന്നാ? ഒന്ന് നിങ്ങൾ ആദ്യം വീട് ഒഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും മാറിക്കൊടുക്കുക. നാണം കെട്ടതിന് ജീവിക്കുന്ന എന്തിനാ അതിനകത്ത്? ഇല്ലെങ്കിൽ അത് എടുക്കുക, ഒന്നും പറയാൻ ക്ഷമ ചോദിച്ചെടുക്കുക. ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നത് എന്തുവാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തുമായിക്കോട്ടെ. എന്തിൻ്റെ പ്രശ്നം? നിങ്ങൾക്കൊക്കെ വിളമ്പാനുള്ള സ്ഥലമല്ലേ സോഷ്യൽ മീഡിയ. ഞങ്ങൾക്ക് നല്ല നല്ല കോമഡികളൊക്കെ കണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കേട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ഓപ്പൺ ആക്കി ഇതിനിങ്ങടെ കൊണ്ടൊക്കെ തോറ്റ് ഇതുപോലെ കുറേ എണ്ണമുണ്ട്. ഈ കാണുന്ന പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടെ എന്തിൻ്റെ പേരിലാണ് കാണേണ്ടത്? നിങ്ങളുടെ കുറച്ച് ഈ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഫോൺ എടുത്ത് ഉടനെ ഇപ്പോൾ രേണുസുധിയുടെ വക വീഡിയോയിൽ അങ്ങനെ വിശപ്പിനെ തെറി വിളിക്കുന്നു, വിശപ്പാമ്പെന്ന് വിശപ്പിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞപ്പം വിശപ്പ് വന്നിട്ട് എൻ്റെ വസ്തു, എൻ്റെ വീട്, എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു, തിരിച്ചെടുക്കാൻ കേസ് കൊടുക്കുന്നു. ഒരു കൂട്ടത്തിൽ വീട് ചോർന്നത് കുറ്റം പറഞ്ഞതിന് പ്രശ്നം. എന്തുവായത്? ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം വെട്ടികളാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് ഇടാനായിട്ട് കുറച്ച് ഇവരുടെ സൈഡ് പറയാൻ അവർ സൈഡാണ് കുറേ ഒരു പണിയില്ലാത്ത കുറേ എണ്ണം ഇരിപ്പുണ്ട് അതിൽ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ വേറെ ജോലിയൊന്നുമില്ല. ഇത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവർക്ക് വേണ്ടി കമൻറ്റ് ഇടുക. ഇപ്പം ഞാനിപ്പം ചെയ്യുന്ന ഇത് ഇടുന്നതെല്ലാം അവർക്ക് ഫേമസ് ആകാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ സീക്രട്ടായിട്ട് അവർ പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഇതിന് നമ്മുടെ മുറയിൽ എന്തിനാണ് കയറുന്നത്? എന്തിൻ്റെ ആവശ്യത്തിനാണ്? നിങ്ങളിപ്പം പറയാം സ്ക്രോൾ ചെയ്ത് പോയാൽ അത് കാണണ്ടാന്ന്. എങ്ങനെ സ്ക്രോൾ ചെയ്യും? അടുത്ത സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്തതിനകത്ത് വരും. ഒരു സ്ക്രോൾ ചെയ്യുമ്പോൾ രേണുസുധി, അത് കഴിയുമ്പോൾ ബിഷപ്പ്, അത് കഴിയുമ്പോൾ വീട് വെച്ച് കൊടുത്തത്, അത് കഴിയുമ്പോൾ കിച്ചുവിൻ്റെ പോട്ടപ്പാവം പിടിച്ചത്. അവരെന്ത് ചെയ്യാനാ? അവനിപ്പോൾ ചെകുത്താൻ്റെ കടലിൻ്റെ നടുക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഇപ്പം അതിൻ്റെ പേര് ഇപ്പം എനിക്ക് എന്തെങ്കിലും പറയുമെന്ന് അറിയത്തില്ല. പാവം പിടിച്ച ചെറുക്കിന് എന്ത് ചെയ്യണ്ടേ? ജനുവിൻ്റെ ഒരു നെഗറ്റീവ് എല്ലാം നല്ല രീതിയിൽ വരുമല്ലായിരുന്നു. പിന്നെ അത് എന്തിനാ വെറുതെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫേമസ് ഓൾറെഡി ആയി. അവർ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവരുടെ ഇഷ്യൂസ് ഒന്നും ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ എത്ര പേർക്ക് ദേഷ്യം വരും? ഇപ്പോൾ കുറേ രേണുവിനെ കുറ്റം പറയാൻ ആൾക്കാർ കാണും. ചിലപ്പം മറ്റുള്ളവരെ കുറ്റം പറയാനാണ്. ഞാൻ ഇവരെ ഒന്നും രേണുവിൻ്റെ സൈഡോ വിശപ്പിൻ്റെ സൈഡോ അല്ലെങ്കിൽ വീഡിയോ വെച്ചതിൻ്റെ സൈഡോ ആരുടെ സൈഡോ അവരുടെ കുറ്റങ്ങളല്ല പറഞ്ഞത്. ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫോൺ എടുത്ത ഇത് തന്നെ ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരും യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിട്ട് അത് എടുത്ത് വീണ്ടും ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലോ എന്നായിരിക്കും. എനിക്കൊരു ചാനലുണ്ട്, എന്നാലും ഞാൻ പറയാം, നിങ്ങളൊക്കെ ഈ വിട്ടുവിടും. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിൻ്റെയൊക്കെ പുറയിൽ വലിഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെയും ഇവർ വിവാദങ്ങൾ വരുന്നതും വിവാദം ഉണ്ടാക്കുന്നതും. ഒരാൾ പറഞ്ഞ ഇയാൾക്ക് പ്രശ്നം, അയാൾ പറഞ്ഞ് ഇയാൾക്ക് അവർ പേഴ്സണലായിരുന്നു സോഷ്യൽ മീഡിയ അവരുടെ ഇഷ്ടത്തിന് ചാനലിൽ പറയും. നമ്മളൊന്നും കമൻറ്റ് അടിക്കാതിരിക്കുക, നമ്മളൊന്നും ചെയ്യാതിരിക്കാമെങ്കിൽ ഈ ഒന്നും പ്രശ്നം വരത്തില്ല. എന്തുവരെയും ഞാൻ മടുത്ത് കേട്ടോ. പാവം പിടിച്ച കിച്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടു. പുള്ളിയുടെ കുഞ്ഞിൻ്റെ പേരിലും അവൻ്റെ പേരിലും കേസ് വന്നെന്ന് പറഞ്ഞപ്പോൾ നീ ചിലപ്പോൾ ചെറിയ കുഞ്ഞായതുകൊണ്ട് അവൻ്റെ പേര് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അവൻ്റെ പേരിലും വേണേൽ കൊടുത്തതാണ് വീടിൻ്റെ കാര്യത്തിൽ. എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കിതൊക്കെ പറയാനുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യാനാ? ഫോൺ എടുത്ത ഇത് തന്നെ പ്രശ്നം. ഓക്കെ, ബൈ.